السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം രോഗികൾ അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ തന്ന അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നമ്മൾ ധാരാളം ആളുകൾ മൗത്തായി പോയി, അല്ലാഹുവിന്റെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കി കൊടുക്കണേ തമ്പുരാനെ. പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. മുഹറം മാസത്തിലെ രണ്ടാമത്തെ ദിനത്തിൽ ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തില് ഇനിയുള്ള 10 ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള ഒരു ദിക്റുണ്ട്. ദിക്റുൽ മുൻജിയ, രക്ഷയുടെ ദിക്ർ. ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ്. നമ്മളെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാലും ദുആ വസിയത്തുകൾ അറിയിക്കുന്നവരും തങ്ങളെ വലിയ പ്രയാസത്തിലും വലിയ കുടുക്കിലും വലിയ ബേജാറിലുമാണ്. വലിയ ബേജാറിലാണ്. ഇതിൽ നിന്ന് വലിയ സംരക്ഷണം കിട്ടാൻ, ഇതിൽ നിന്ന് വലിയൊരു കര കയറാൻ ഞങ്ങൾ എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത്? ഈ ഒരു 10 ദിവസം നമ്മൾ ചൊല്ലിയാൽ ആ ദിക്റിന് വലിയ ഉത്തരം കിട്ടുന്ന ദിക്ർ, വലിയ ഉത്തരം കിട്ടുന്ന ദിക്ർ. ആ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് വലിയ ഉത്തരം ലഭിക്കുന്ന ദുആ. എല്ലാവർക്കും അറിയുന്നൊരു ദുആ ആണ്, നമ്മളെപ്പോഴും ചൊല്ലുന്ന ദിക്റാണ്, ദുആ ആണ്. പക്ഷേ ഈ 10 ദിവസങ്ങളിൽ ചൊല്ലിയാൽ പ്രതിഫലം അറിയാത്ത ധാരാളം ആളുകൾ. ഈ 10 ദിവസത്തിൽ ഇത് ചൊല്ലാൻ കഴിയുമോ? ചൊല്ലിയാൽ ഇത്രയും പ്രതിഫലം, ഇത്രയും മഹത്വങ്ങൾ ഈ ദിക്റിന് ഈ 10 ദിവസത്തിൽ തന്നെ ചൊല്ലിയാൽ കിട്ടുമോ? കിട്ടും എന്നറിയാത്ത ധാരാളം ആളുകൾ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ മജ്ലിസ്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദിക്റുൽ മുൻജിയ, രക്ഷയുടെ ദുആ, രക്ഷയുടെ ദിക്ർ. ഈ 10 ദിവസങ്ങൾ മുൻജിയാത്തിന്റെ ദിവസങ്ങളാണ്, രക്ഷയുടെ ദിവസങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദിക്ർ ഇപ്പോ സൂട്ടബിൾ ആകുന്നത്, അതായത് അനുയോജ്യമാകുന്നത്. ഈ ഒരു ദിക്ർ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയ ദിക്ർ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുന്ന ദിക്ർ എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ്, കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ. ധാരാളമായിട്ട് പല മജ്ലിസുകളിലായിട്ട്, പലതവണയായിട്ട്, പല പ്രാവശ്യങ്ങളായിട്ട് ധാരാളം ആളുകൾ അറിയിക്കുന്ന ഒരു സങ്കടമാണ് കടത്തിന്റെ പ്രയാസം. ലക്ഷക്കണക്കിന് കടമുള്ളവര്, കോടിക്കണക്കിന് കടമുള്ളവര്, വീട് ജപ്തിയുടെ വക്കീലിൽ നിൽക്കുന്ന ആളുകൾ, ലോൺ എടുത്ത് കുടുങ്ങിയവര്, വലിയ പ്രയാസവും വലിയ പ്രതിസന്ധിയുമായിട്ട് ഇനി ജീവിതത്തിൽ മുന്നോട്ടൊരു വഴിയില്ല എന്ന് കാണുമ്പോൾ ലോൺ എടുത്ത് കുടുങ്ങിയവർ. അല്ലാഹുവേ, അത്തരം പ്രതിസന്ധികളിൽ അല്ലാഹു ഞങ്ങളെ നീ അകപ്പെടുത്തല്ല അല്ലാഹ്. പാവങ്ങൾ വലിയ പ്രയാസപ്പെട്ടുകൊണ്ട് എടുത്തുപോയവർ, അതിൽ തൊട്ടുപോയവർ, അല്ലാഹുവേ നീ കാക്കണല്ലോ, നീ അവർക്ക് മാപ്പ് കൊടുക്കണല്ലോ, നീ അവർക്ക് മാപ്പ് കൊടുക്കണല്ലോ, നീ അവർക്ക് മാപ്പ് കൊടുക്കണല്ലോ. അത് വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണല്ലോ. പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. തങ്ങളെ ഇത്ര വലിയ ബേജാറിലാണ്, ഇത്ര വലിയ ബുദ്ധിമുട്ടിലാണ് തങ്ങളെ. ഇതിന്ന് വലിയ സംരക്ഷണം ഉണ്ടാവാൻ തങ്ങൾ ദുആ ചെയ്യണേ
ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഈ ദിക്റുൽ മുൻജിയ, രക്ഷയുടെ ദിക്ർ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണ് എൻ്റെ മുഅ്മിനീങ്ങളെ? എണ്ണമില്ലാത്തത്രയും ഈ 10 ദിവസങ്ങളുണ്ടല്ലോ, ഇനിയുള്ള 8 ദിവസങ്ങളില്ലേ, ഇന്നത്തെ ഒരു ദിവസം കൂടി കൂട്ടി 9 ദിവസങ്ങളില്ലേ, ചൊല്ലിക്കോ. ജീവിതത്തിനോട് ചേർത്ത് വെച്ചോ, ഹൃദയത്തിനോട് ചേർത്ത് വെച്ചോ, എന്നും ചൊല്ലിക്കോ. ഇത് ദിക്റുൽ മുൻജിയ, രക്ഷയുടെ ദിക്ർ. മുൻജിയാത്തിന്റെ ദിവസങ്ങൾ, രക്ഷയുടെ, അള്ളാഹു രക്ഷ നൽകുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസം. മുഹറത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ വലിയ സുന്നത്താണ്, വലിയ സുന്നത്താണ്. പ്രത്യേകിച്ച് ആശൂറാവും തഅശൂറാവും എല്ലാവരും മജ്‌ലിസ് കാണുന്ന ആരും മുടക്കരുത്. വലിയ പ്രതിഫലമുള്ള സുന്നത്താക്കപ്പെട്ട നോമ്പാണ് മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കൽ. ഇൻഷാ അല്ലാഹ് സമയമാവുമ്പോൾ നമുക്കതിൽ ചർച്ച ചെയ്യാം, അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ഒരു ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി കൺസൾട്ടിങ്ങിലെ നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. നാളെ കൺസൾട്ടിംഗ് ഉണ്ട്, തിങ്കളാഴ്ച ഏകദേശം ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ട്. ഇനി ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് വലിയ പ്രയാസമായിട്ട്, വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയവര്, സിഹർ സംബന്ധമായി പൈശാചികമായ ശൈത്താനിയത്തിന്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, ഞങ്ങളുമായി സമീപിക്കുന്നവര്, തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട്. ധാരാളം വർഷങ്ങളായി ഇത്തരം പ്രയാസങ്ങൾ ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്നവര്, വീടും ഭൂമിയിലുമുള്ള പൈശാചികമായ ഉപദ്രവത്തിൽ പ്രയാസപ്പെടുന്നവർ, നമ്മുമായി സമീപിക്കുന്നവർ, അല്ലാഹുവേ അതെല്ലാം നീ ബാത്തിലാക്കി കൊടുക്കണല്ലോ. അതിൽ നിന്നൊക്കെ വലിയ സംരക്ഷണം നീ കൊടുക്കണേ തമ്പുരാനേ. ഇനി നേരിട്ട് കാണാനുള്ള അവസരം ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ ആരും വരരുത്, ആരും വന്നു പോവരുതേ. കാരണം ധാരാളം ആളുകൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാവും. ധാരാളം ആളുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്തവരാണ്, അവർക്ക് അതിൻ്റെതായ സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ബുക്ക് ചെയ്യാതെ വന്നാൽ എല്ലതും കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾക്കുള്ള അവസരം ഉണ്ടാവുള്ളൂ. അത് മുൻകൂട്ടി ഇവിടെ ബുക്ക് ചെയ്യുന്ന ആള് ഉണർത്തിയത് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ മജ്‌ലിസിൽ ഉണർത്തിയത്. അല്ലാഹു എല്ലാ സകലമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ പരാജയം നൽകല്ലേ അല്ലാഹ്. വിജയികളിൽ അല്ലാഹു ഞങ്ങൾക്ക് ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് ദിക്റുൽ മുൻജിയ? ഈ 10 ദിവസത്തിൽ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്ർ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് യൂനിസ് ബിൻ മത്താ. എല്ലാവർക്കും അറിയാം. യൂനിസ് നബി അലൈഹിസ്സലാം പ്രവാചകനായിരുന്നു. യൂനിസ് നബി അലൈഹിസ്സലാം വലിയ പ്രവാചകനായിരുന്നു. യൂനിസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയ സമയത്ത്, ചരിത്രം എല്ലാവർക്കും അറിയാം, ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ദിക്ർ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദിക്റും അറിയാം. ഈ 10 ദിവസത്തിൽ നമുക്ക് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ പറയാം. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂനിസ് ബിൻ മത്താ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ്. യൂനിസ് ബിൻ മത്താ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനായിരുന്നു. പ്രവാചകൻ യൂനിസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യം വിഴുങ്ങിയ സമയത്ത് യൂനിസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ ദുആ ചെയ്തില്ല. നമ്മൾ ദുആ ചെയ്യുന്നത് പോലല്ല ദുആ ചെയ്തത്. അല്ലാഹുവേ ഞങ്ങൾക്ക് വലിയ കടമുണ്ട്, അത് വീട്ടി തരണേ അല്ലാഹ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നാലിന് 1 ലക്ഷം ഇപ്പൊ കൊടുക്കാനുണ്ട്, 1 ലക്ഷം നീ തരണേ അല്ലാഹ് എന്നല്ല യൂനിസ് നബി അലൈഹിസ്സലാം ആ പ്രയാസം പറഞ്ഞുകൊണ്ടല്ല ദുആ ചെയ്തത്. യൂനിസ് നബി അലൈഹിസ്സലാം മറിച്ച് ദുആ ചെയ്തത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ.
അല്ലാഹുവേ ഞാൻ എന്നോട് അക്രമം കാണിച്ചു അല്ലാഹ്, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല അല്ലാഹ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആകൾ ശ്രദ്ധിച്ചു നോക്കി. അതിൽ തന്നെ നമുക്കൊരു പാടുണ്ട്, നമുക്ക് വലിയൊരു പാടുണ്ട്. ആ ദുആയിൽ നമുക്കൊരു പാടുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യൽ, ഞാൻ നേരത്തെ ദുആ ചെയ്തതുപോലെ അല്ലാഹു 1,00,000 കടണ്ട്, 1,00,000 നീ നൽകണേ അല്ലാഹ്. പല ആലിമീങ്ങൾ പറയലുണ്ട്, അള്ളാഹുവിനോട് കുറച്ച് ചോദിക്കരുത്, കൂടുതലായിട്ട് ചോദിക്കണം. ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് ചോദിക്കണം, നല്ല കുറച്ചെങ്കിലും കിട്ടും അല്ലേ? അതുപോലെയാണ് നമ്മുടെയൊക്കെ ദുആ. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാ ദുആ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെയല്ല. യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് അങ്ങനെയല്ല. മത്സ്യത്തിന്റെ വയറ്റിലാണ്, അല്ലാഹ് ഇതിൽ നിന്ന് വലിയ രക്ഷ നൽകണേ അല്ലാഹ് എന്നല്ല യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. അല്ലാഹുവേ ഞാൻ എന്നോട് അക്രമം കാണിച്ചു, അല്ലാഹുവേ ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. ഈ ദുആ ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം കടക്കുന്ന സമയം മുതൽ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആ ഇരുളറയിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു വലിയ സംരക്ഷണം കൊടുത്തു, വലിയ വിജയം കൊടുത്തു. മുഅ്മിനീങ്ങളെ അവിടുന്ന് വലിയ വിജയം കൊടുത്തു. എന്തിനു വേണ്ടി? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി. നമുക്ക് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ, ഇത്ര വലിയ പ്രതിസന്ധികൾ നമുക്കാർക്കെങ്കിലും ഉണ്ടോ? ഈ മജ്‌ലിസ് കാണുന്നവർക്ക് ഇങ്ങനൊരു പ്രതിസന്ധി ഉണ്ടോ? ഇത്ര ഒന്നും എത്തൂലല്ലോ നമ്മളെ പ്രതിസന്ധി. ചെറിയ ചെറിയ ഡങ്ങേറുകൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. ഈ 10 ദിവസം ഇൻഷാ അല്ലാഹ് ധാരാളമായിട്ട് ഈ ദുആയിനാണ് കൊണ്ടുവരേണ്ടത്. ദിക്റുൽ മുൻജിയ, ഈ ഒരു ദിക്റിനെയാണ് കൊണ്ടുവരേണ്ടത്. ഈ ഒരു ദിക്റിനെയാണ് കൊണ്ടുവരേണ്ടത്, രക്ഷയുടെ ദിക്ർ. നിങ്ങൾ വലിയ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ഈ ഒരു ദിക്ർ മതി. ഈ 10 ദിവസത്തിൽ ഒരു മുസ്ലിമായ ഒരാൾ, ഒരു മുഅ്മിനായ ഒരാൾ ഈ 10 ദിവസത്തിൽ ഈ ദുആ പറഞ്ഞാൽ, ഈ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദുആ സ്വീകരിക്കാതിരിക്കുകയില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ കളവ് പറയാത്ത ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ദുആ ആരെങ്കിലും പറഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അല്ലാഹു ഒരിക്കലും തട്ടിമാറ്റൂല, അല്ലാഹു തട്ടിമാറ്റൂല. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു, ഞാൻ വലിയ പ്രയാസത്തിലാണ്, ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, ഞാൻ എന്ത് ദുആയിനെയാണ് കൊണ്ടുവരേണ്ടത്, ഞാൻ എന്ത് ദുആയിനെയാണ് പതിവാക്കേണ്ടത്? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയ യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്ത ദുആയിനെയാണ് നീ പതിവാക്കേണ്ടത്. അങ്ങനെ ആ ഒരു മനുഷ്യൻ ആ ദുആഇനെ പതിവാക്കുകയും അദ്ദേഹത്തിന്റെ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ 10 ദിവസത്തിൽ ഇന്ന് 2 മുഹറം. ഇനിയുള്ള 10 ദിവസങ്ങൾ, ഇനിയുള്ള 9 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ദുആഇനെ ആരും ഉപേക്ഷിക്കരുത്. നമുക്ക് വലിയ ബലാഅകൾ ഉണ്ടാവില്ല ജീവിതത്തിൽ, വലിയ മുസീബത്തുകൾ നമ്മളെ മേലിൽ അല്ലാഹു നൽകൂല, നമ്മളെ മക്കളിൽ, നമ്മളെ കുടുംബത്തിൽ അല്ലാഹു നൽകൂല. മുഅ്മിനീങ്ങളെ അല്ലാഹു നൽകൂല. എപ്പോഴാണ് അല്ലാഹുവിന്റെ പരീക്ഷണമെന്ന് നമുക്ക് പറയാൻ കഴിയൂല. പറയാൻ കഴിയുന്ന മുഅ്മിനീങ്ങളെ നമുക്ക് പറയാൻ കഴിയോ? അല്ലാഹുവിന്റെ പരീക്ഷണം. ഇപ്പൊ നമുക്ക് റാഹത്താണ്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും, എല്ലാ സുഖ ആഡംബരങ്ങളും നമുക്കുണ്ട്. ഇതെല്ലാം ഇല്ലാതാകുന്ന ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ കഴിയൂല. കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാൻ കഴിയൂല. അതുകൊണ്ട് ഈ ദുആഇനെ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കാവൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാകും, ജീവിതത്തിൽ അല്ലാഹുവിന്റെ രക്ഷാ കവചം അല്ലാഹു നമുക്ക് നൽകും. കടത്തിൽ പ്രയാസപ്പെടുന്ന ആളാണെങ്കിൽ, വീട് ജപ്തിയുടെ വക്കീലാണെങ്കിൽ, ലോൺ എടുത്ത് കുടുങ്ങിയവര് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്റിനെ പതിവാക്കി
പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു വലിയ രക്ഷ, ഇതിനൊക്കെ വലിയ രക്ഷ അല്ലാഹു നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ചൊല്ലിയ ഈ ദിക്ർ അല്ലാഹു വലിയ സംരക്ഷണം കൊടുത്തില്ലേ, അല്ലാഹു വലിയ മോചനം കൊടുത്തില്ലേ. അതുകൊണ്ട് നിങ്ങളും ദുആ ചെയ്തോ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തി ഈ ഒരു ദിക്ർ നിങ്ങളും ഇൻഷാ അല്ലാഹ് ഈ ഒരു 10 ദിവസം പതിവാക്കി കഴിഞ്ഞാൽ വലിയ പ്രയാസത്തിൽ നിന്ന് വലിയ കാവൽ അല്ലാഹു നൽകും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാഹ്, പ്രതിസന്ധികൾ നൽകല്ലേ അല്ലാഹ്, പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഖൈർ നീ നൽകണല്ലോ, ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണല്ലോ, ഷർറിന്റെ കവാടങ്ങളല്ലോ നീ കൊട്ടിയടക്കണല്ലോ, നീ കൊട്ടിയടക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരെ നീ കൊയക്കല്ലോ, നീ കൊയക്കല്ലോ, നീ അവർക്ക് കാവല് കൊടുക്കണല്ലോ. ഞങ്ങൾ 5:30 സയ്യിദിയ മജ്ലിസ് മുടക്കാത്തവരുണ്ട്, അല്ലാഹു ഇവർക്ക് നീ സംരക്ഷണം കൊടുക്കണല്ലോ, ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം കൊടുക്കണല്ലോ. നിന്റെ സംരക്ഷണത്തിന്റെ കവചം അല്ലാഹു അവർക്ക് നീ തീർത്തു കൊടുക്കണേ തമ്പുരാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ പോയി ഉണർത്തുന്ന കാര്യം 5:30 മജ്ലിസ് ആരും മറന്നു പോകല്ലേ, ആരും മറന്നു പോകല്ലേ. വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസ്, വലിയ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.